ഹലോ. അപ്പോൾ ഞാനിന്നിങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരുന്നപ്പോൾ ഭയങ്കരമായിട്ട് അമ്മയുടെ മുളകിട്ട മീൻകറി കഴിക്കാൻ ഭയങ്കര കൊതി. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന മീൻകറിയും അമ്മ ഉണ്ടാക്കുന്ന മീൻകറിയും തമ്മിൽ എന്താണ് ഡിഫറൻസ് എന്നാലോചിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് എനിക്ക് ശരിക്കും അറിയില്ല. ചിലപ്പോൾ അവരുടെ ഒരു കൈക്കണക്കായിരിക്കാം. നമ്മൾ ഭയങ്കരമായിട്ട് പോളിഷ് ചെയ്തിട്ടാണല്ലോ ഫുഡൊക്കെ ഉണ്ടാക്കുക. അപ്പോൾ അവർ പഴയ രീതികൾ ഇപ്പോഴും ഫോളോ ചെയ്ത് വരുന്നത് കൊണ്ടായിരിക്കാം അവരുടെ ഫുഡിനൊക്കെ ഭയങ്കര ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് അതിൻ്റെ പരിപാടികളെന്ന് ഞാൻ ഓരോ റെസിപ്പീസ് ഉണ്ടാക്കുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് നെത്തലുണ്ട്, നെത്തോലി, നിങ്ങളെന്താണ് പറയാമെന്ന് എനിക്കറിയില്ല, നമ്മൾ നെത്തൽ എന്നാണ് പറയുക. അപ്പോൾ കുഞ്ഞ് നെത്തലാണ്. അപ്പോൾ നെത്തൽ മുളകിട്ടത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് അമ്മ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ അപ്പം തന്നെ ഫോൺ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഇതെന്താ പരിപാടി എന്ന് പറയണം. അപ്പോൾ ആ കൊതി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു നാടൻ ഒരു ടൈപ്പ് ഉണ്ടല്ലോ മുളകിട്ട്, അപ്പോൾ അത് തലശ്ശേരിക്കാരുടെ മുളകിട്ടതല്ല, ഇത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന മുളകിട്ട. അപ്പോൾ അതൊന്ന് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം നമ്മൾ കൊച്ചുള്ളിയും 2 പച്ചമുളകും കുനുകുനാന്നരിഞ്ഞത് നമ്മൾ ചട്ടിയിലേക്ക് ഇട്ടു. പിന്നെ നമ്മൾ തക്കാളി ഇഞ്ചിയും ഒരുമിച്ച് ക്രഷ് ചെയ്തെടുക്കുവാണ്. അതാണ് അമ്മ പറഞ്ഞ ഒരു ടൈപ്പ്. അപ്പോൾ അതും കൂടി ഒഴിച്ചു, വെള്ളവും ഒഴിച്ചു. ഇനി പുളി പിഴിഞ്ഞ് ഒഴിക്കണം. നമ്മുടെ വാളംപുളിയാണ്, അത് നന്നായിട്ട് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിലെന്താ ഡിഫറൻസ് എന്നെനിക്ക് തോന്നിയത്, ഇതുപോലെ തന്നെ ഇഞ്ചിയും തക്കാളിയും ഒരുമിച്ച് ചതക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, സാധാരണ മുളക് പൊടി, ഇതൊക്കെ നന്നായിട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ടാണ് നമ്മളുടെ ഗ്യാസ് ഓൺ ചെയ്യുന്നത്. അപ്പോൾ മൂടി വെച്ച് തിള വരട്ടെ. തിള വരുമ്പോൾ നമ്മളുടെ വെളുത്തുള്ളി ചതച്ചത് കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നമുക്ക് മൂടി വെക്കാം. ഇത് ജസ്റ്റ് ഒരു തിള വരുമ്പോൾ നമുക്ക് നമ്മളുടെ മാറ്റി വെച്ച ചെറിയ നെത്തോലി, അത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നന്നായിട്ട് പുരട്ടി വെച്ച അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കറിവേപ്പിലയും. ഇനി ജസ്റ്റ് ഒന്ന് നമ്മളുടെ തിള വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളുടെ നെത്തോലി ചെറുതായതുകൊണ്ട് തന്നെ അധികം അടിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ നമ്മളുടെ ചീരത്തോരൻ ഇവിടെ റെഡി ആയിട്ട് വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമ്മളുടെ വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മുളകിട്ട മീൻകറി റെഡി ആയിട്ടുണ്ട്. അമ്മ സ്പെഷ്യൽ മുളകിട്ട മീൻകറി. ആ കളർ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറും. അപ്പോൾ നമ്മളുടെ സാധനം സെറ്റായിട്ടുണ്ട്, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിക്കാൻ പോവാണ്. എൻ്റെ എല്ലാം സെറ്റാണ്. ചീരത്തോരനാണ് വെച്ചത്. ചീരത്തോരനും മുളകിട്ട കറിയും ഭയങ്കര കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ ചീര വാങ്ങിച്ചിരുന്നതോ ഫ്രഷോടെ തന്നെ വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഒരു വാടി പോലെ ആയിപ്പോൾ, അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളുടെ മുളകിട്ട നെത്തോലി. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. ഈ നെത്തോലിയിലെ കളർ കണ്ടിട്ട് ഭയങ്കരമായിട്ട് കൊതി വരുന്നു. കുഞ്ഞി അമ്മ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് ആയിട്ടില്ലെങ്കിലും അത് വേറെ ഒരു ടേസ്റ്റാണ്. നമ്മളുടെ മാങ്ങ ഉപ്പിലിട്ട ഈ കുഞ്ഞ് നെത്തോലിയും ഫ്രൈ ചെയ്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഈ മുളകിട്ട കറി വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ ടേസ്റ്റ് എനിക്ക് തോന്നാറില്ല. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. മുളകിട്ട കറി പല നാട്ടിൽ പല രീതിയിലാണ് വെക്കുന്നത്. ഓരോന്നിനും ഓരോ ടേസ്റ്റായിരിക്കും. ഇത് എൻ്റെ അമ്മ വെക്കുന്ന ടൈപ്പാണ് ഞാൻ വെച്ചത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കഴിച്ചു തീർക്കട്ടെ.
എല്ലാവരും എൻജോയ് വെച്ചോ. അടുത്ത തീറ്റി മത്സരമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. ബൈ.